ഇടുക്കി പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിൽ ചിത്രപൗർണമി ഉത്സവം ഭക്തിസാന്ദ്രമായി. കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മംഗളാദേവി ക്ഷേത്രത്തിൽ ഉത്സവം വിജയകരമായി സംഘടിപ്പിച്ചത്. ചൈത്രമാസത്തിലെ ചിത്തിരനാളിലെ പൗർണമി നാളിൽ മാത്രം ഭക്തർക്കായി തുറക്കുന്ന പുരാതന കണ്ണകി ക്ഷേത്രത്തിലേക്ക് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി 10,000-കണക്കിന് ഭക്തരാണ് ഇത്തവണ ഒഴുകിയെത്തിയത്. 1000-ലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൽ ഒരേ സമയം കേരളം, തമിഴ്നാട് രീതിയിലുള്ള പൂജാകർമ്മങ്ങൾ നടന്നു. പുലർച്ചെ 5:30-യോടെ ക്ഷേത്രനട തുറന്നാണ് ആചാരപരമായ ചടങ്ങുകൾ ആരംഭിച്ചത്. മംഗളാദേവി പ്രതിഷ്ഠയുള്ള ആദ്യ ശ്രീകോവിലിലും ഗണപതി, ശിവപാർവതി സങ്കല്പത്തിലുള്ള പെരുമാൾ കോവിലുകളിലും കേരള രീതിയിലുള്ള പൂജകളും നടന്നു. പുലർച്ചെ 5:30-യോടെ ക്ഷേത്രനട തുറന്നാണ് ആചാരപരമായ ചടങ്ങുകൾ ആരംഭിച്ചത്. രാജരാജ ചോളൻ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ഗുഹാകവാടവും ക്ഷേത്ര സമുച്ചയത്തിന്റെ പ്രത്യേകതയാണ്. ഇടുക്കി, തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ മേൽനോട്ടത്തിൽ പോലീസ്, റവന്യൂ, വനം, എക്സൈസ്, മോട്ടോർ വാഹന വകുപ്പ്, ആരോഗ്യം എന്നീ വകുപ്പുകൾ സംയുക്തമായാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. സി മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.